മനുഷ്യന് ഒരുപാട് രോഗങ്ങളുണ്ട്. പരമ്പരാഗതമായ കുറേ രോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ അതല്ല, അതിനപ്പുറം അപൂർവമായ ഒരുപാട് രോഗങ്ങളുണ്ട്. അതിനെ പരമ്പരാഗത രോഗങ്ങൾ എന്ന് കണക്കാക്കിയാണ് നാം ചികിത്സിച്ചു വന്നത്. പക്ഷേ ഇന്ന് ആരോഗ്യ മേഖലയിൽ, വൈദ്യശാസ്ത്ര മേഖലയിൽ വന്ന വലിയ മുന്നേറ്റം ഈ അപൂർവ രോഗങ്ങളെ കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ അടുത്തിടെ കണ്ടെത്തിയതാണ് നമ്മുടെ ശരീരത്തെ തന്നെ ശത്രുവായി കണക്കാക്കി ആക്രമിക്കുന്ന ഒരു രീതി. എന്തെന്ന് വെച്ചാൽ, ഈ അന്യവസ്തുക്കൾ, രോഗാണുക്കളാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വിഭാഗം ഇതിനെ ആക്രമിക്കും. ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മൊത്തം ഇത് ഉണർന്നാണ് പ്രതിരോധിക്കുന്നത്. പക്ഷേ ഈ പ്രതിരോധ സംവിധാനത്തിന് ചിലപ്പോൾ പാകപ്പിഴ ഉണ്ടാകും, ചില തകരാറുകൾ. ശത്രുവാര് മിത്രന്മാരെന്ന് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ അത് ശത്രുവായി കണ്ട് ആക്രമിക്കാൻ തുടങ്ങും. അതാണ് ഈ രോഗം. ഇതിൻ്റെ ഭാഗമായിട്ട് ശാരീരിക വേദന, സന്ധിവേദന, അതുപോലെ തന്നെ പല്ല് പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക, പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോവുക, നഖം കൊഴിയുക, അവിടെ മുഴകൾ വരിക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിന് സാധാരണ രോഗം എന്നുള്ള കരുതിയുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ പിന്നീടായിരിക്കും ഇത് മനസ്സിലാക്കുന്നത്. അടുത്തിടെയാണ് ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. അത് ശരീരത്തിനെ തന്നെ ശത്രുവായി കണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെ ആക്രമിക്കുന്ന രീതി, അത് അവസാനം ശരീരത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത.